നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ നെറ്റ്വർക്ക് ടോപ്പോളജി, അത് ഏതൊക്കെ രീതിയിൽ നമുക്കൊരു നെറ്റ്വർക്കിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചത്. നമ്മളതിൽ പറഞ്ഞ നെറ്റ് ലൈക്ക് റിങ്, സ്റ്റാർ, മെഷ്, ട്രീ, ഹൈബ്രിഡ്, അങ്ങനത്തെ ഒരുപാട് ടോപ്പോളജീസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജി നമ്മൾ നോക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതൊക്കെ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള നെറ്റ്വർക്കാണ് ഉള്ളതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തേതാണ് എന്ത്, പാന്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറും 2 ഫോണും അല്ലെങ്കിൽ ഒരു മോഡം വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 2 ഫോൺ അല്ലെങ്കിൽ ഒരു പ്രിൻ്റർ, അങ്ങനെ ചെറിയൊരു നെറ്റ്വർക്ക്. അതായത് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്കാണ് എന്ത്, പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമതാണ് എന്ത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ. ലാൻ എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്, ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഇപ്പോൾ അതായത് നമ്മൾ ലാബ്, നമ്മൾ കമ്പ്യൂട്ടർ ലാബ് കൊണ്ടുണ്ടാവും, ഒരു മൊത്തം സിസ്റ്റത്തിൻ്റെ ആ കമ്പ്യൂട്ടർ മൊത്തം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതാണെന്ത്, ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഇവിടെ ഇരുന്നിട്ട് വേറെ ഏത് സിസ്റ്റം ആവാം. അതായത് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ പോലെ തന്നെ എന്ത്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് അതിന് ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സിസ്റ്റം ഇവിടെ ആണെങ്കിൽ ഒരു സിസ്റ്റം വേറെ നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിലാണെങ്കിൽ കുഴപ്പമില്ല, തമ്മിൽ എന്ത് കണക്ഷൻ ഉണ്ടാവും. അതാണെന്ത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണെന്ത്, ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. 3 ടൈപ്പാണുള്ളത്, പാന്, ലാന്, വാൻ. ഇനി ഒന്നും കൂടി പറയാണ്ട് മാൻ എന്നുള്ളത്. ഞാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിന് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതാണിത് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബിൽഡിങ്, ഇപ്പോൾ 2 ബിൽഡിങ് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യണം എന്ത്, മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഇവിടെ ഇരുന്നിട്ട് ഒരു സിസ്റ്റം വേറെ വിടുക, അതാണ് എന്ത്, IP അഡ്രസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാൻ ഉണ്ട്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടറും വെച്ചിട്ട് അതിന് മോഡം വെച്ചിട്ട് അതിലോട്ട് 2 ഫോണോ അല്ലെങ്കിൽ ഒരു പ്രിൻ്ററോ ഒരു ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്ന് പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്കാണെന്ന് പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണെന്ന് പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് ലാനാണ്, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അകത്ത് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുകയാണെന്ത്, മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അത് ഒരു സിസ്റ്റം ഇവിടെ നമ്മുടെ ലാബിലാണെങ്കിൽ ഒരു സിസ്റ്റം വേറെ എവിടെയെങ്കിലും ആവും, അത് നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IP അഡ്രസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും 4 ടൈപ്പാണ് നെറ്റ്വർക്ക് പറയാനുള്ളത്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഒന്ന് പാന്, ലാന്, മാന്, വാൻ. അപ്പോൾ ഇതിൽ മാനിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല, എന്തായാലും ഞാൻ പിന്നെ എന്തായാലും ആഡ് ചെയ്തോളാം അതിന്. അടുത്ത് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ. ഓരോ നെറ്റ്വർക്കിനും ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏത് ടോപ്പോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓരോ നെറ്റ്വർക്കിനും എന്തുണ്ട്, മീൻസ് എല്ലാ നെറ്റ്വർക്കിനും ഒരു നെറ്റ്വർക്ക് മോഡലുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ടു ടേക്ക് പ്ലേസ് 2 or more users can transmit data from one to other. A systematic approach is required. This approach enables users to communicate and transmit data through efficient and ordered path. It is implemented using models in computer network are known as computer network models. അതായത് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ത് നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻ്റായിട്ടും ഒരു ഓർഡേഡ് പാത്തിലും ആ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് എന്ത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റ് യൂസിങ് മോഡൽ ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആർ നോൺ ആസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ. അതായത് ഒരു നെറ്റ്വർക്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അപ്രോച്ച് എടുക്കുന്നുണ്ട്. ആ അപ്രോച്ച് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എഫിഷ്യൻ്റായ രീതിയിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Computer network model are responsible for establishing a connection among the sender and receiver and transmitting data in a smooth and manner respectively. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തെങ്കിലും റെസ്പോൺസിബിൾ ആണ് എന്തിന്, ഒരു കണക്ഷൻ ആദ്യം ഉണ്ടാക്കും. എന്ത്, സെൻഡർ ഇപ്പോൾ ഏത് സിസ്റ്റത്തിനാണോ സെൻഡ് ചെയ്യണത്, ഏത് സിസ്റ്റത്തിനാണോ റിസീവ് ചെയ്യണത്, അതിനെന്തിന് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഇൻ സ്മൂത്ത് ആൻഡ് മാനർ റെസ്പെക്റ്റീവ്ലി. അതായത്
അപ്പോൾ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡലിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡാറ്റ എടുത്ത് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ആ നെറ്റ്വർക്കിൽ വേറൊരു കമ്പ്യൂട്ടറിലോട്ട് അയക്കണമെങ്കിൽ അതെന്ത് ചെയ്യേണ്ട ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് യൂസ് ചെയ്യേണ്ടതിന് ആ ഡാറ്റ മിസ് ചെയ്യാതിരിക്കാനും അതിൻ്റെ ക്വാളിറ്റി കുറയാതിരിക്കാനും അതുപോലെ അതിൽ ലോസേജ് വരാണ്ടിരിക്കാനും വേണ്ടി ഒരു നെറ്റ്വർക്ക് മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ, 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ. ഒന്ന് OSI മോഡൽ, രണ്ടാമത് TCP/IP മോഡൽ ഓർ ഇൻ്റർനെറ്റ് മോഡൽ എന്ന് പേര് പറയും. അപ്പോൾ ഈ 2 മോഡൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അടുത്ത നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് OSI റെഫറൻസ് മോഡൽ. അതാണത് OSI മോഡൽ എന്ന് പറയുന്നത്. OSI മോഡൽ ഇസ് വൺ ഓഫ് ദി ജനറൽ പർപ്പസ് നെറ്റ്വർക്കിംഗ് ഓർ കമ്മ്യൂണിക്കേഷൻ മോഡൽ എമംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് കണക്ഷൻ ഇൻ എ ഓപ്പൺ മാനർ ബിറ്റ്വീൻ ഓൾ ദ കമ്മ്യൂണിക്കബിൾ ഡിവൈസ് പ്രസൻറ്റ് അക്രോസ് ദ ഗ്ലോബ്. അതായത് ഈ OSI മോഡൽ വെച്ചിട്ടാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നായാലും എങ്ങോട്ട് നിന്നായാലും ഡാറ്റ ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്കാണെങ്കിലും വേറൊരു കമ്പ്യൂട്ടറിലാണെങ്കിലും ഈ OSI മോഡൽ വെച്ചിട്ടാണ് ഡാറ്റ പാസ് ചെയ്യണത്. OSI സ്റ്റാൻഡേർഡ്സ് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ. OSIൻ്റെ ഫുൾ ഫോമാണ് എന്ത്, ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ എന്നുള്ളത്. ആൻഡ് ദ നെയിം ഓഫ് ദിസ് റെഫറൻസ് മോഡൽ ആസ് ഗീവൺ ബൈ ദ ഓർഗനൈസേഷൻ ഓൺ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ പേര് നൽകിയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബ് മൊത്തമായിട്ട് ലോകത്ത് എവിടെയാണെങ്കിലും ഇത് ഒറ്റ മോഡലിരിക്കും. ആ മോഡലിലാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണത്. OSI is called open source because of its fit anywhere ability. Any connection can be established using the OSI model unless, അതായത് ഇത് ലോകത്ത് എല്ലായിടത്തും തന്നെ ഒരൊറ്റ മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എന്ത്, അപ്പോൾ അടുത്ത് പറയുന്നത് ഇതാണ് എന്ത്, OSI റെഫറൻസ് മോഡൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 7 മോഡലായിട്ടാണ് എന്തുള്ളത്, 7 ലെയറായിട്ടാണ് എന്തുണ്ട് OSI മോഡലിൽ തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ, രണ്ടാമത് ഡാറ്റ ലിങ്ക് ലെയർ, മൂന്നാമത് നെറ്റ്വർക്ക് ലെയർ, നാലാമത് ട്രാൻസ്പോർട്ട് ലെയർ, അഞ്ചാമത് സെഷൻ ലെയർ, ആറാമത്തത് എന്താണ് പ്രസൻറ്റേഷൻ ലെയർ, ഏഴാമത്തത് എന്താണ് ആപ്ലിക്കേഷൻ ലെയർ. ഈ ഓരോ ലെയറും പാസ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഇതാണ് ഇവിടുന്ന് ഇട്ടിട്ടുള്ള മെയിൻ. മറ്റേ OSIൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് OSI എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഡീപ്പായിട്ട് വായിച്ച് വെക്കുക. അപ്പോൾ OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതായത് ഓരോ ലെയറിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ലെയറിലൂടെ ആയിരിക്കും എന്ത് ചെയ്യില്ല, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സെൻഡ് ചെയ്യില്ല. അപ്പോൾ ഓരോ ലെയറിൻ്റെ വർക്ക് എന്താണെന്നുള്ളപ്പോൾ ഞാൻ അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലെയർസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. 7 ലെയറാണ് ഇത് OSIയിലുള്ളത്. ഇൻ്റർനെറ്റ് മോഡൽ വേറാണ്. OSI മോഡൽ 3 ലെയറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആപ്ലിക്കേഷനിൽ ഫിസിക്കൽ ലെയർ എന്ന് നോക്കാം. ഫസ്റ്റ് ഫിസിക്കൽ ലെയർ ഇസ് ദ ബോട്ടം മോസ്റ്റ് ലെയർ ആൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ദ ട്രാൻസ്മിഷൻ മീഡിയ ഓർ ഫോർ ഇൻഫർമേഷൻ റിസീവിംഗ് ഓവർ ഇൻ്റർനെറ്റ്. The physical layer is the bottommost layer and is associated with the electrical, mechanical and functional aspects of the transmission media for information receiving over the internet. ഫിസിക്കൽ ലെയർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെയറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ ഫോർ ഇൻഫർമേഷൻ. അതായത് ഡാറ്റ പുഷ് ചെയ്യുന്ന സ്ഥലം. ഫസ്റ്റ് ഡാറ്റ പോകുന്നത് എവിടേക്കും, ഫിസിക്കൽ ലെയറിലേക്ക് ആയിരിക്കും. അവിടെ നിന്ന് ആയിരിക്കും എന്തെങ്കിലും ഇതാവല്. പിന്നെ രണ്ടാമത്തെ ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ. ദ ഡാറ്റ ലിങ്ക് ലെയർ is second from bottom and come under the lower layer category. It is ensures the data must be synchronized, error detection and control are enabled. അതായത് ഫിസിക്കൽ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ, രണ്ടാമതാണ് ഡാറ്റ ലിങ്ക് ലെയർ. അതിലെന്തുണ്ടാവും, എൻഷുർ ദ ഡാറ്റ മസ്റ്റ് ബി സിങ്ക്രണൈസ്. അതായത് ഡാറ്റ സിങ്ക്രണൈസ് ആണെന്ന് നോക്കും, എറർ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുള്ള ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ. മൂന്നാമത്തെ നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ ഇസ് ദ തേർഡ് ബോട്ടം ഓഫ് ഇൻ OSI മോഡൽ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് ഓർ ഡിവൈസസ് ഓർ ഹോസ്റ്റ് ഓർ നോഡ്സ്. അതായത് നെറ്റ്വർക്ക് ലെയറാണ് ഡാറ്റ ഉണ്ടാവും, ഏത് സിസ്റ്റത്തേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് നോഡിലോട്ടാണ് ഡാറ്റ പോകേണ്ടതെന്നുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക എവിടെ ആയിരിക്കും, നെറ്റ്വർക്ക് ലെയറിലായിരിക്കും. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ. ദ ട്രാൻസ്പോർട്ട് ലെയർ ഇസ് ദ മിഡിൽ മോസ്റ്റ് ലെയർ ഇൻ OSI മോഡൽ ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് നെറ്റ്വർക്ക് independent layer. It has no idea about the functioning of lower layer, that is physical data.
ഫിസിക്കൽ ഡാറ്റ ലിങ്ക് ആൻഡ് നെറ്റ്വർക്ക് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് എന്തുണ്ടാവുക, ഈ എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെ എവിടേക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, ട്രാൻസ്പോർട്ട് ലെയറിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വേറെ സെഷൻ ലെയർ. Session layer is the fifth layer of OSI model and it provides appropriate sessions between users and entities. One second. അടുത്ത നമ്മൾ വരുന്നത് സെഷൻ ലെയർ ആണ്. സെഷൻ ലെയർ ഇസ് ദ ഫിഫ്ത്ത് ലെയർ ഓഫ് OSI model and it provide appropriate sessions between users and entities. Where user interacts, this layer can be used on the basis of the resource available. It can be skipped to if not required. അതായത് നമ്മളെന്തെങ്കിലും ഓരോ സെഷൻസിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ ഫോം അയച്ചാൽ ഒരു ഫേസ്ബുക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പാസ്വേഡും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഗിൻ ചെയ്യണ്ട. അപ്പോൾ ആ ഒരു സെഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ സേവ് ചെയ്ത് അതിന് വേണ്ടിയാണ് സെഷൻ ലെയർ എന്നുള്ള ലെയറിൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ലോഗിനായ ഒരു സമയം, ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയാണ് എന്ത് സെഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രസൻറ്റേഷൻ ലെയർ. ഇറ്റ് ഈസ് ദ സിക്സ്ത് ലെയർ ഓഫ് OSI model and it provide appropriate representation of data through various data presentation technique. അടുത്ത അപ്ലിക്കേഷൻ ലെയർ. ദ അപ്ലിക്കേഷൻ ഇസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ OSI model and has a responsibility for providing interface between വേരിയസ് യൂസേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ. അതായത് അപ്ലിക്കേഷൻ ലെയറിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിനെയും അപ്ലിക്കേഷനും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത് അപ്ലിക്കേഷൻ ലെയറിൻ്റെ വർക്ക്. ഇപ്പോൾ ഒരു പെയിൻറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പെയിൻറ്റിനെയും യൂസറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വർക്കാണ് എന്ത് ചെയ്യൽ, അപ്ലിക്കേഷൻ ലെയർ ചെയ്യൽ. അടുത്തത് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ OSI മോഡൽ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് വൺ, each layer has its definite structure and functionality which makes OSI model simple and easy to use. അതായത് ഓരോ മോഡൽ അതിൻ്റേതായ സ്ട്രക്ചറുണ്ട്, അതിൻ്റേതായ വർക്കുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും അതിൽ നമ്മളെ വർക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഇറ്റ് ഈസ് ജനറൽ പർപ്പസ് റിഫറൻസ് മോഡൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അതായത് OSI മോഡലിൻ്റെ ജെന്യുവൻ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ തമ്മിൽ രണ്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, OSI മോഡൽ യൂസ് ചെയ്യുന്നത്. കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻ ലെസ് സർവീസ് ആർ സപ്പോർട്ട്. കണക്ഷൻ ഓറിയൻറ്റഡ് കണക്ഷൻ ലെസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോത്തും സപ്പോർട്ട് ഉണ്ട്. കണക്ഷൻ ബിറ്റ്വീൻ എനി ടൈപ്പ് ഓഫ് ഡിവൈസസ് ഓർ ഹോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഈസ് പോസിബിൾ. അത് ഹോസ്റ്റും ഹാർഡ്വെയർ എങ്ങനെയാണ് എന്തായാലും കണക്ഷൻ എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് OSI മോഡൽ ഇട്ടാ അതാ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. Because of its inability to fit the protocol, this model was replaced by TCP/IP Internet model. Session and presentation layers does not provide high functionalities and are not much of uses compared to other layers. അതായത് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് പ്രസൻറ്റേഷൻ ലെയറും സെഷൻ ലെയറും എന്ത് ബാക്കിയുള്ള ലെയേഴ്സിന് അത്ര വർക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻ ലെസ് സർവീസ് ആർ സപ്പോർട്ടഡ്. കണക്ഷൻ ബിറ്റ്വീൻ എനി ടൈപ്പ് ഓർ ഹോസ്റ്റ് ഓർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പോസിബിൾ. സെയിം പോയിൻ്റാണ് പറയുന്നത്, ഡിസഡ്വാൻറ്റേജിലാകുമ്പോൾ സെയിം പോയിൻ്റ് പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് ഇൻ്റർനെറ്റ് മോഡൽ അല്ലെങ്കിൽ TCP/IP മോഡൽ. ഇൻ്റർനെറ്റ് യൂസേഴ്സ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് ഓൾസോ നോൺ ആസ് ഇൻ്റർനെറ്റ് സ്യൂട്ട്. ഒന്നില്ലെങ്കിൽ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്യൂട്ട് എന്ന് പറയും. രണ്ട് പേരുണ്ട് ഈ മോഡലിന് പേരാണ്. ദിസ് ഡിഫൈൻസ് ഇൻ്റർനെറ്റ് മോഡൽ വിച്ച് കണ്ടെയ്ൻസ് 4 ലെയേർഡ് ആർക്കിടെക്ചർ. OSI മോഡൽ ഇസ് ജനറൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ ബട്ട് ഇൻ്റർനെറ്റ് മോഡൽ ഇസ് ദ ഇൻ്റർനെറ്റ് യൂസ് ഫോർ ഓൾ ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. OSI മോഡൽ എന്ന് പറയുമ്പോൾ അതായത് ജനറൽ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. പക്ഷേ മോഡൽ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എല്ലാ യൂസും എല്ലാ വർക്കും നടക്കുന്നത് ഈ മോഡൽ വെച്ചിട്ടാണ്. ദ ഇൻ്റർനെറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് അണ്ടർലൈങ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. സോ ദിസ് മോഡൽ ആസ് ദ ഫോളോയിങ് ലെയേഴ്സ്. ഇതിന് 4 ലെയേഴ്സാണ്. മറ്റുള്ള 7 ലെയേഴ്സാണ്, പക്ഷേ ഇതിന് 4 ലെയേഴ്സാണ്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ, ലിങ്ക് ലെയർ. അതിൽ ആപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ലെയർ ഡിഫൈൻ ദ പ്രോട്ടോകോൾ വിച്ച് എനേബിൾ യൂസർ ടു ഇൻ്ററാക്ട് വിത്ത് നെറ്റ്വർക്ക് അതായത് കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട്, FTP HTTP എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് എന്ത് ആപ്ലിക്കേഷൻ ലെയർ വർക്കില്ല. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ തമ്മിൽ. അപ്പോൾ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ലെയർ ഡിഫൈൻസ് ഹൗ ഡാറ്റ ഷുഡ് ഫ്ലോ ബിറ്റ്വീൻ ഹോസ്റ്റ്. അതായത് FTP HTTP എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോക്കോളാണ്, ഓരോ നിയമങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവും ഒരു HTTP ഉണ്ടാവും. അതായത് അതൊരു സിഗ്നൽ ട്രാൻസ്മിറ്റാണ്. HTTPക്ക് അതിൻ്റേതായ ഒരു അർത്ഥമുണ്ട്. അത് ഒരു നിയമാവലി വേർഡ് പോലെയാണ്. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുള്ളൂ
വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ എന്താണ് FTP എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ വർക്കാണെന്ത് പ്രോട്ടോക്കോളിനൊക്കെ ചെക്ക് ചെയ്യുന്ന വർക്കാണെന്ത് ആപ്ലിക്കേഷൻ ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ ദിസ് ലെയർ ഡിഫൈൻസ് ഹൗ ദ ഡാറ്റ ഷുഡ് ഫ്ലോ ബിറ്റ്വീൻ ഹോസ്റ്റ്. അതായത് ട്രാൻസ്പോർട്ട് ലെയർ അനുസരിച്ച് ഡാറ്റ എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്, അതായത് ഡാറ്റ ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ പാസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫോർമേഷനാണ് എന്ത് ട്രാൻസ്പോർട്ട് ലെയറിൽ പറയണത്. അടുത്ത ഇൻ്റർനെറ്റ് ലെയർ. ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഓൺ ദിസ് ലെയർ ഫെസിലിറ്റി ഹോസ്റ്റ് അഡ്രസ്സിംഗ് ആൻഡ് റെക്കഗ്നേഷൻ. ദിസ് ലെയർ ഡിഫൈൻസ് റൂട്ടിംഗ്. Link layer. This layer provides mechanism of sending and receiving actual data. Unlike its OSI model counterpart, this layer is independent of underlying network architecture and hardware. ലിങ്ക് ലെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇതാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എന്തായാലും ജസ്റ്റ് നോക്കി നോക്കുക. കുറച്ച് കട്ട തിയറി പാർട്ടാണ്, അതാണ് കുറച്ച് ബോറിംഗ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും 18-ാം തീയതി ക്ലാസ് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇതാവുമെന്ന് വിചാരിക്കുക എന്തായാലും കേട്ടോ. ശരി, താങ്ക് യു.